ഇന്ന് അരിപ്പൊടി വെച്ച് വളരെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി 2.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തത്. ഇനി നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. ഓരോ പൊടിൻ്റെ അനുസരിച്ചാണ് ഞാനെടുത്ത പൊടിക്ക് പച്ചവെള്ളം ആവശ്യം വന്നിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ നൂൽപുട്ടിനും അതിനൊക്കെ കുഴക്കുന്ന ആ രൂപത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ആദ്യം ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് നമ്മളെ സ്കൂളിൽ കുട്ടികളൊക്കെ പോകാൻ നേരത്ത് ടിഫിൻ ബോക്സിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കാം. അത്രയും നല്ല സംഭവമാണ്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുകൂടാതെ നമ്മുടെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അടിപൊളിയാണ്. അവർക്ക് നല്ല ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ സംഭവം തന്നെയാണ്. നമുക്ക് എല്ലാം ഇതുപോലെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. ഇതാക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടി കൊടുക്കണേ. എന്നാൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം 3 സ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂടുതലായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വഴറ്റിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നല്ല എരിവ് കാണിക്കും, അതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മസാലകളൊക്കെ ചിക്കനിലൊക്കെ ആവുന്ന രൂപത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഗ്ലാസ് ഇത് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിത് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നാലേ നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലോണം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പം നമ്മുടെ മാവ് നല്ലോണം വെന്തിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം തണിയട്ടെ. കുറച്ച് തണിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ചൂട് തണിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ചൂട് തണിയിട്ടാണെങ്കിൽ ഫുൾ ചൂടും തണിഞ്ഞിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്നൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം എടുത്ത് പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് നമുക്കിതൊക്കെ കട്ട് ചെയ്യാനുള്ളതാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചൂട് തണി കഴിഞ്ഞാൽ നമ്മൾ കത്തിക്കൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ചൂടോട് കൂടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കത്തിയിലെല്ലാം ഒട്ടിപ്പിടിച്ച് കളിക്കും. അതുകൊണ്ട് തണിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് ഉരുട്ടിയിടുമ്പോൾ കുറേ സമയം പിടിക്കുന്നില്ലേ. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ആക്കി വേവിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല എന്തായി നോക്കാമല്ലോ. മസാല നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാല ഒക്കെ ഇതിൽ പിടിക്കുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും ആകണമല്ലോ, എന്നാലല്ലേ ഇതിൻ്റെ നമുക്ക് ടേസ്റ്റ് കിട്ടുക. ഒരു 2 മിനിറ്റ് അങ്ങനെ മറ്റോ മിക്സാക്കിയാൽ മതി. അപ്പോഴേക്കും തന്നെ ഇതെല്ലാം ഒക്കെ റെഡി ആയിട്ട് വരും കേട്ടോ. ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.
ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.